ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖം. അപ്പം മക്കളെ, ഞങ്ങളൊരു ടൂറ് പോയിക്കാണ് കേട്ടോ. മലേഷ്യക്കും കുളുമണാലിക്കും എല്ലാം അവിടേക്കൊന്നുമല്ല കേട്ടോ. ഇത് കോവയിലാണ് ഈ സംഭവം. എന്തോരം ജനങ്ങളെ കണ്ടുള്ള അന്തം വിടണ്ട കേട്ടോ. ഇത് ഫ്ലവർ ഷോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ജനങ്ങളാണ്. ഫ്ലവർ ഷോ കാണാനുള്ള തിരക്കാണ്. ഈ ഒരു തിരക്ക് കേട്ടോ. അത് ഓപ്പൺ ചെയ്തതല്ലേ, ജനങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വന്നിക്കണം കേട്ടോ. അങ്ങനെ അതാ രണ്ടുപേര് ലൈൻ ഇട്ടു. ഫസ്റ്റ് പുറത്തൊരു ലൈൻ നിന്നു. ആ ലൈനിൽ നിന്ന് ഉള്ളിയത്തെ ലൈനിലേക്ക് എത്തി. അങ്ങനെ ഉള്ളിയത്തെ ലൈനിൽ കുറേ നേരം നിന്ന് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ. വലിയ ആൾക്കാർക്ക് 15 രൂപയും ചെറിയ കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടെ ടിക്കറ്റിന്റെ പ്രൈസ്. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ഇതാ നേരെ പോവാണ് കേട്ടോ. അങ്ങനെ വെക്കേഷൻ എവിടെ പോയിട്ടില്ല എന്നുള്ള ടെൻഷൻ അങ്ങോട്ട് തീർക്കാനായിട്ടാണ് ഈ ഒരു പോക്ക് വന്നത്. പക്ഷെ ഭയങ്കര തിരക്ക് കണ്ടിട്ട് ആകെ അന്തം മുട്ടിട്ടോ. കാരണം ഇത്രയും തിരക്കിന്റെ അടിയിൽ എങ്ങനെ കുത്തിത്തിരിക്കി അങ്ങനെയൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇക്കയും ഞാനും മക്കളും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വെക്കേഷന് എവിടെയും പോകാത്ത കുറേ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ട്. കാരണം നമുക്ക് രണ്ട് ഭാഗത്തും ഹോസ്പിറ്റൽ കേസും പിന്നെ ഞങ്ങൾ വീട് മാറേണ്ട കേസും ഒക്കെ പാടെ എല്ലാ കേസും അടിയിൽ കൂടി എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലേസ് വന്നപ്പോൾ അതും കൂടി കാണാന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ ഇതാ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു വണ്ടി സുഖമില്ലാത്തവരുണ്ട്. ഈ ഒരു വണ്ടിയിൽ കയറിയാൽ മതി, 50 രൂപയാണ് കേട്ടോ. എല്ലാതും ചുറ്റിക്കാണിച്ചു തരും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഏക്കർ കണക്ക് അറിയാത്തതുകൊണ്ട് പറയാണ്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇത്രയും സ്ഥലത്തും ഫ്ലവറുകൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നല്ല വൈബിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ്. പക്ഷേ വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. കാരണം അത്രക്കും ജനങ്ങൾ അടിച്ച് കയറി വന്നിക്കാണ് എൻ്റെ പൊന്നാര മക്കൾ. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇത്രയും തിരക്കിട്ടോ. ഇത്രയും ഒരു സ്ഥലത്താണ്. അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തതും കൂടിയല്ലേ, അതാണ് ഇത്ര തിരക്ക് എന്ന് ഇക്ക പറയുന്നത് കേട്ടോ. അങ്ങനെ ആ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഇക്കാവും മോനും അവിടെ അങ്ങനെ കുട്ടികൾ കളിക്കണ അവിടെ ഇക്കാവും മോനും നിന്നു. ഞാനും മോളും ഇത് ഒരു തലക്കുന്ന് ഒരു തല വരെ ചുറ്റി ഫ്ലവറുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്തു. പക്ഷെ ഒന്നും വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പ്രയാസം കേട്ടോ. കാരണം എന്താന്ന് വിചാരിച്ചാൽ എവിടെ ചെന്നാലും ജനങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ കുറെ വീഡിയോസൊക്കെ കുറേശ്ശെ മാത്രമേ ഉള്ളൂ വീഡിയോസൊക്കെ എൻ്റെ ഫോണിലോട്ട് അങ്ങോട്ട് പകർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വോയിസൊക്കെ കൊടുത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വോയിസ് കൊടുത്തു. പക്ഷെ എൻ്റെ വോയിസ് കേൾക്കണില്ല, പുറത്തത്തെ ജനങ്ങളുടെ വോയിസ് കേട്ടിട്ടോ. ഞാൻ ആ വോയിസ് കട്ടാക്കിട്ടോ. അങ്ങനെയാണ് ഇങ്ങനത്തെ വോയിസ് കൊടുക്കണേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോണുണ്ട്, ഐഫോൺ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളി സംഭവമാണ് കേട്ടോ. അത്രക്കും നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് കളിക്കണ എഡ്മിഷനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി നേരെ ഞങ്ങൾ പോവാണ് കേട്ടോ. തിരിച്ച് അങ്ങോട്ട് തന്നെ റിട്ടേൺ. ഞങ്ങൾക്ക് വഴി അറിയണില്ല, പല ഭാഗത്തു കൂടി പല വഴികൾ കേട്ടോ. അത് എത്ര ഏക്കർ സ്ഥലമാണെന്നറിയില്ല, അത്ര ഏക്കറിലും ഫ്ലവറുകൾ അങ്ങോട്ട് നിറച്ചിക്കുന്നു. കാരണം ഊട്ടിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഊട്ടി പോലെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. റോസയായാലും ഫ്ലവർ ആയാലും മൊത്തത്തിൽ നിറഞ്ഞിരിക്കണം. രാത്രി ആയതുകൊണ്ട് ഫോണിലോട്ടൊന്നും നിങ്ങൾ ശരിക്ക് പിടിക്കണില്ല. കാരണം എൻ്റെ ഫോൺ ഓപ്പോ ആണ് കേട്ടോ. ഐഫോൺ അല്ലല്ലോ. ഐഫോൺ എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റിയോടെ നല്ല ഫ്ലവറൊക്കെ അങ്ങോട്ട് കിട്ടിയിരുന്നു. ഇതായതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് DG പരിപാടി, ഡാൻസ് എല്ലാം അതുകൊണ്ട് കേട്ടോ. DG പരിപാടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണാനില്ല സെറ്റിങ്ങും കാര്യങ്ങളും ടോക്കൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. അല്ലാത്തവർ പുറത്ത് നിന്ന് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ ചുറ്റിക്കറങ്ങി ഒരുവിധം ടയേർഡായപ്പോൾ ബാക്കിയൊന്നും കറങ്ങാൻ നിന്നില്ല. അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ചു. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറായി ഞങ്ങൾ അവിടെ പോയിട്ട്. 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. 6 മണി എന്ന് പറഞ്ഞാൽ ഏറെ ആയിക്കണു. വിസിലൊക്കെ ഊതാൻ തുടങ്ങിക്കണു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വന്നതും മോന് നേരെ ഓടി വന്ന് പരാതി പറയാണ് കേട്ടോ. ഇക്ക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന്. മോനിക്ക് പിന്നെ പരാതികൾ ഒത്തിരിയല്ലേ. അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് അങ്ങനെ പോയതിന് മുൻവശം ശരിക്കും ഞാൻ അങ്ങോട്ട് വീഡിയോസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം അമ്മാതിരി തിരക്കിയിരുന്നു. ടിക്കറ്റിന് വേണ്ടിയിട്ടില്ല ഓട്ടോപാച്ചിലായിരുന്നു. അതിൻ്റെ ഇടയിൽ മുന്നൊക്കെ വീഡിയോസ് എടുക്കാൻ അങ്ങോട്ട് മറന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. മൊത്തത്തിൽ വിസിലടിച്ചിട്ട് ഇങ്ങനെ വിടുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെക്കേഷൻ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഫീലിങ്സ് ഇവിടെ വന്ന് അങ്ങോട്ട് മാറ്റിട്ടോ. സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ എല്ലാ ടൈമിലും. അതുപോലെയാണ് കേട്ടോ പല വിഷയത്തിലും ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും വീട് മാറ്റലും മൊത്തത്തിൽ ടെൻഷനുള്ള ടൈമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിസിറ്റ് ചെയ്ത് ഇങ്ങനെ ടൂർ പോലെ എവിടെ കുളുമണാലി പോയ പോലെ തോന്നിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. തുടർന്നും നിങ്ങളുടെ
സപ്പോർട്ടിങ്ങും വാച്ചിങ്ങും എനിക്ക് വേണം. അപ്പത്തേക്കുള്ളൂ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്